എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തനി നാടൻ രീതിയിൽ നല്ലൊരു കരിമീൻ കറിയാണ്. നല്ല കുറുകിയ ചാറോടെ തേങ്ങയും മാങ്ങയും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല ഉഗ്രൻ സ്വാദുള്ളൊരു കറി കൂടിയാണ്. ഈ ഒരു മീൻ കറിക്ക് സൈഡായിട്ട് വേണ്ടത് നല്ല ചൂട് ചോറാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമുള്ള നല്ലൊരു തേങ്ങ അരച്ച മീൻ കറി. തേങ്ങയുടെ അളവുകൾ വളരെ കുറച്ച് നല്ല കുറുകിയ ചാറോടെയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. ഇന്നത്തെ നമ്മുടെ മീൻകറിക്കായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കരിമീനാണ്. നിങ്ങൾക്ക് ഏതു മീൻ വെച്ചിട്ടും ഇതുപോലൊരു കറി തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ സ്വാദേറിയ തേങ്ങ അരച്ച കരിമീൻ കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. തേങ്ങ അരച്ച കരിമീൻ കറി തയ്യാറാക്കാനും വേണ്ടിയിട്ട് 1 കിലോ കരിമീൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മാങ്ങയാണ്. നമ്മളിന്ന് മാങ്ങ ചേർത്ത തേങ്ങ അരച്ച മീൻകറിയാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു 15 കൊച്ചുള്ളിയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ അരപ്പ് തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ മുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 2 തക്കാളി കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4 പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരം ഒന്ന് തിരുമ്മി അരച്ച് വെക്കണം. അതുപോലെ കൊച്ചുള്ളിയും ഇഞ്ചിയും ഒന്ന് പൊടിയായി കട്ട് ചെയ്ത് വെക്കണം. മാങ്ങ ഒന്ന് കഷ്ണങ്ങളാക്കിയും വെക്കണം. അതിനുശേഷം നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ അളവിലെ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ആദ്യമേ ചേർക്കേണ്ടത്. ഇഞ്ചി ഇപ്പോൾ നല്ലവണ്ണം മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൊച്ചുള്ളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കൊച്ചുള്ളി ഇല്ലാത്ത നാട്ടിലാണെങ്കിൽ ഒരു ചെറിയ സവാള എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് കൊച്ചുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. വഴറ്റുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2-3 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റി കൊടുക്കുവാണ്. ഇപ്പോൾ നമ്മുടെ കൊച്ചുള്ളി ഒന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്താൽ ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയെ ഒന്ന് മൊരിയിച്ചെടുക്കാം. അതിനുശേഷം 1 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ തന്നെ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്നുകൂടെ മൊരിയിച്ചെടുക്കുവാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടികളെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നത്. ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ പൊടികളൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച തക്കാളി ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടി ചേർത്തിട്ട് നമുക്കൊന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തക്കാളിയിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി തക്കാളി ഒന്ന് വാടി കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ തക്കാളി നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കാണിച്ച നാളികേരം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് നമുക്കൊന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി തക്കാളിയും തേങ്ങ അരച്ച അരപ്പും കൂടി ചേർത്ത് ഒന്ന് നല്ല പോലെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരപ്പ് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ചാറിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് കറിയിലേക്ക് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 400 മില്ലി അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കറി തിളയ്ക്കുന്നത് വരെയാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടത്. കറി ഇപ്പോൾ നല്ലവണ്ണം തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്ത് നല്ലതുപോലെ കറി ഇളക്കി തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ള മാങ്ങയ്ക്ക് നല്ല പുളിപ്പുള്ളത് കൊണ്ട് ഒരെണ്ണം മാത്രം മതിയാകും. ഇനിയിപ്പോൾ മാങ്ങ ചേർത്ത് കറി തയ്യാറാക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് പുളിയാണോ അത് ചേർത്തും കറി തയ്യാറാക്കാൻ പറ്റുന്നതാണ്. മാങ്ങ കൂടി ചേർത്ത് കറി നല്ലതുപോലെ വെട്ടി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ തവി ഉപയോഗിച്ച് അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. കഷ്ണങ്ങൾ അടിയിൽ പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. മീൻ കഷ്ണങ്ങൾ കറിയിലേക്ക് ഒന്ന് നല്ലവണ്ണം മുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കറി തിളച്ച് വരാനായിട്ട് നമുക്കൊന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. കറി ഒന്ന് തിളച്ച് കിട്ടുന്നതിനായിട്ട് നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. 2 മിനിറ്റിന് ശേഷം വീണ്ടും മൂടി തുറന്നൊന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ കറി നല്ല പോലെ തന്നെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. കറി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ചട്ടിയെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചുകൂടെ കൊടുക്കണം. തവി ഉപയോഗിച്ച് അധികം കുത്തിയിളക്കി കഴിഞ്ഞാൽ നമ്മുടെ മീൻ കഷ്ണങ്ങൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ്.
ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് നേരം തിളപ്പിച്ച് കഴിഞ്ഞാൽ കറിയുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൂടെ കൊടുക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു കരിമീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയുടെ മൂടി കൂടെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര രുചികരമായിട്ടാണ് നമ്മൾ നല്ലൊരു മീൻകറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് പാചകം ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്കും മീൻകറിയൊക്കെ ഇതുപോലെ തന്നെ തയ്യാറാക്കി കഴിക്കാൻ ഇഷ്ടമുള്ള എൻ്റെ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. ഇനിയിപ്പോൾ ആദ്യമായിട്ട് പാചകമൊക്കെ പഠിച്ചു തുടങ്ങിയ എൻ്റെ കൂട്ടുകാർക്ക് ഈസി ആയിട്ട് തന്നെ നല്ലൊരു മീൻകറി ഇനി തയ്യാറാക്കാനും സാധിക്കും. ഇതുപോലൊരു മീൻകറി തയ്യാറാക്കി നല്ല ചൂട് ചോറിനൊപ്പം കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഫോളോ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈ ഒരു ചാനൽ മുന്നോട്ട് പോകുന്നത്. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.